അസ്സലാമു അലൈക്കും. ഇത്താത്തയാണ്. ഞാൻ ഇന്ന് ഈ പറയുന്ന ഒരു വിഷയം ആരെയും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ അല്ല കേട്ടോ. ചെറിയ രീതിയിലെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ആരെയും പേരെടുത്ത് പറയുന്നില്ല. ഞാൻ ഈ പറയുന്ന ഒരു സഹോദരി, അതായത് നമ്മളിൽ ചിലർക്ക് പണം ഉണ്ടെങ്കിൽ അഹങ്കാരം ഉണ്ടാകും, സൗന്ദര്യം ഉണ്ടെങ്കിൽ അഹങ്കാരം ഉണ്ടാകും. എന്നാൽ എല്ലാം തികഞ്ഞും അഹങ്കരിക്കാത്ത സ്ത്രീകളുണ്ട്, റബ്ബിനെ ഭയന്നുകൊണ്ട്. എന്നാണെങ്കിലും മരണം എന്ന മഹാസത്യമുണ്ട് എന്ന് ബോധ്യത്തോടെ ജീവിക്കുന്ന സ്ത്രീകളും ഉണ്ട് അല്ലെ, ഒരുപാട് പേര്. പക്ഷെ ഞാൻ ഈ പറയുന്ന സഹോദരി, അവരുടെ സൗന്ദര്യവും പണവും എല്ലാം കാരണം വല്ലാത്തൊരു അഹങ്കാരം പിടിച്ചൊരു അവസ്ഥയിലായിരുന്നു. അഹങ്കാരം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകുമെന്നാണ് അവർ പറയുന്നത്, അത്രമാത്രം. അപ്പൊ ഞാനിത് പറയുമ്പോൾ തന്നെ എനിക്ക് അവരുടെ രൂപം, പിന്നീടുള്ള രൂപമാണ് ഞാൻ എൻ്റെ കൺമുന്നിലേക്ക് വരുന്നത്. പക്ഷെ ഞാനത് തുടക്കത്തിൽ തന്നെ പറയുന്നില്ല. അപ്പോ ഈ ഒരു സഹോദരി അവരുടെ ഭർത്താവിന്റെ വീട്ടുകാരുമായോ സ്വന്തം വീട്ടുകാരുമായോ ഒന്നും ബന്ധം പുലർത്താൻ ഇഷ്ടപ്പെടാത്ത, അതായത് അവരുടെ വാഹനത്തിൽ ആരും ഇരിക്കുന്നത് ഇഷ്ടമല്ല, അവരുടെ വീട്ടിലേക്ക് കൂടുതൽ ആരും പോകുന്നതൊന്നും വലിയ ഇഷ്ടമല്ല, അവരുടെ ബെഡ് കുട്ടികൾ യൂസ് ചെയ്യുന്നത് പോലും, അതായത് നമ്മളെ കൂടപ്പുറപ്പുകളും മക്കളും ഒക്കെ വരുമ്പോൾ നമുക്ക് അതാണ് ഏറ്റവും വലുതല്ലേ. അപ്പൊ അതുപോലും അവർക്ക് ഇഷ്ടമല്ല കേട്ടോ. അവരുടെ ഈ സ്വഭാവം ഭർത്താവിന് വളരെയധികം വേദനിപ്പിച്ചെങ്കിലും ഒരുപാട് ഉപദേശിച്ചെങ്കിലും അവരുടെ ഈ വാശി, അതായത് ഈ വാശിയും അഹങ്കാരവും വല്ലാത്തൊരു അവസ്ഥയിൽ ഭർത്താവിന്റെ ഒരു തെല്ല് വില പോലും ഭർത്താവിന്റെ വാക്കുകൾക്ക് അവർ വില കൽപ്പിക്കാറില്ല. മക്കൾക്ക് പോലും ഉമ്മയേക്കാൾ ഇഷ്ടം ഉപ്പയോടാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അവരുടെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ എത്രമാത്രമെന്ന് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും. അപ്പൊ ഇങ്ങനെ ഇരിക്കവേ ഇവരുടെ തൊലിപ്പുറത്ത് സ്കിന്നിൽ ഒരു ചെറിയ അലർജി പോലെ വന്നതാണ്. ഈ അലർജി പിന്നീട് അത് മാറാതാവുകയും വല്ലാത്ത ഒരു ഗുരുതര അവസ്ഥയിലേക്ക്, ഒരു ഗുരുതര രോഗത്തിലേക്ക് മാറുകയും ചെയ്തു. ആരോഗ്യമുള്ള സമയത്ത് അങ്ങനെ ഇരുന്നിട്ട് ആരോഗ്യമില്ലാത്ത അവസ്ഥയിൽ എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമല്ലേ. ഇവരുടെ രോഗം ഡോക്ടർമാർ പറഞ്ഞത് ഇനി മാറില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കുട്ടികളെ നോക്കാനൊക്കെ ആയിട്ട് എല്ലാവരും ചേർന്ന് ഇവർക്ക് വേറൊരു വിവാഹം കഴിച്ചു കൊടുക്കാം. കാരണം ഭാര്യയും സമ്മതിച്ചു, കിടപ്പ് രോഗിയായ ആ ഭാര്യയും സമ്മതിച്ചു ഇവർക്ക് വേറൊരു വിവാഹം കഴിച്ചു കൊടുത്തു. അപ്പോൾ ആ സ്ത്രീ വന്ന് ആ വീട്ടിലെ ബന്ധങ്ങളെ നിലനിർത്തുന്നതും, അതായത് എല്ലാ ബന്ധുക്കളോടും വളരെ നല്ല രീതിയിൽ പെരുമാറുകയും ഭർത്താവിന് വില കൽപ്പിക്കുകയും മക്കളെ നോക്കുകയും ഇവരോട്, ഈ സഹോദരിയോട് നമുക്ക് വീട്ടിലേക്ക് പോകും, ഞാൻ നിങ്ങളെ നോക്കാം എന്ന് പറയുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ ഈ സ്ത്രീയെ എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരും പറയാൻ തുടങ്ങി അവളെക്കാളും ഏറ്റവും നല്ലത് ഇവൾ തന്നെയാണ് എന്ന്. അത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. കിടപ്പ് രോഗിയായിട്ടാണെങ്കിലും ഇവരുടെ ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ ഓർത്തിട്ട്, അപ്പൊ ഇവര് പറയുന്നത്, കുടുംബത്തിലെ ആളുകളോട് പറഞ്ഞത്, ഞാൻ ചെയ്ത തെറ്റുകൾക്ക് അള്ളാഹു എനിക്ക് ഈ ഭൂമിയിൽ തന്നെ തന്ന ശിക്ഷയാണ്. ഞാൻ ഒരാളെയും വില വെച്ചിട്ടില്ല. എന്റെ സൗന്ദര്യം, എന്റെ പണവും കൊണ്ട് ഞാൻ വല്ലാതെ അഹങ്കരിച്ചു. ആ സഹോദരി, കിടപ്പ് രോഗിയായ ആ സഹോദരി പറഞ്ഞത്, എൻ്റെ ഈ ഒരു സ്ഥാനത്ത് മറ്റൊരു സ്ത്രീ വരികയും അവരെ എല്ലാവരും ഇഷ്ടപ്പെടുകയും എല്ലാവരോടും അവർ നല്ല രീതിയിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് ജീവിതത്തിൽ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ശിക്ഷ ഇതാണ്. കാരണം ഞാൻ ഒരു ബന്ധത്തിനും വില കൽപ്പിക്കാത്ത ആളായിരുന്നു, ആരെയും വലിയ ഇഷ്ടമല്ലാത്ത ആളായിരുന്നു. ഞാൻ ഏതോ ഒരു ലോകത്ത് ജീവിച്ച പോലെ എനിക്ക് തോന്നുന്നു. അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. ഇവരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത അസൂയയോട് കൂടിയുള്ള ഒരു സന്തോഷമാണ് വരുന്നത് എന്ന്. ഈ ഒരു സഹോദരിയിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട പാഠം, ഭർത്താവിന്റെ വീട്ടുകാരായാലും സ്വന്തം വീട്ടുകാരായാലും നമുക്ക് പണമുണ്ടോ സൗന്ദര്യമുണ്ടോ അതൊന്നുമല്ല വിഷയം. എല്ലാ ബന്ധങ്ങളെയും ഒരുപോലെ ചേർത്ത് നിർത്തി സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് നമ്മൾക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയ ഏറ്റവും വലിയ ഒരു നേട്ടം അതാണ് എന്നുള്ളതാണ് കേട്ടോ. ഈ സഹോദരിയുടെ തെറ്റുകൾ മനസ്സിലായത് കൊണ്ടല്ലേ അവരങ്ങനെ പറയുന്നത്. എത്രമാത്രം വേദനയുള്ള കാര്യമാണ്. കാരണം തന്റെ അതേ സ്ഥാനത്ത് വേറൊരു സ്ത്രീ വരികയും അവരെ എല്ലാവരും പുകഴ്ത്തുകയും അവരോട് എല്ലാവർക്കും വളരെയധികം സ്നേഹം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അത് കണ്ടിരിക്കുന്നത് തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കി എത്രമാത്രം ആ സ്ത്രീക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. അപ്പോൾ പണവും സൗന്ദര്യവും ഒന്നുമല്ല, മനുഷ്യത്വമാണ് ഏറ്റവും വലുത്. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക, നല്ല ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുക.